നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാള പെറ്റു കയറെടുത്തു എന്ന പഴഞ്ചൊല്ല് പോലെയായി ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകം. ആരോ അയച്ച ഊമക്കത്തിന് പിന്നാലെ ചാടിപ്പുറപ്പെട്ട കേരള പോലീസ് ഇരുട്ടിൽ കിടന്ന് തപ്പുകയാണിപ്പോൾ. കല കൊലപ്പെട്ടു എന്നതിന് യാതൊരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. അറസ്റ്റിലായ പ്രതികളിൽ ചിലർ ആദ്യം ചില സൂചനകൾ നൽകിയെങ്കിലും സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് അവരും മലക്കം മറിഞ്ഞു. അതുകൊണ്ട് കലയുടെ ഭർത്താവ് അനിലിനെ എത്രയും വേഗം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് പോലീസ്. കല കൊല്ലപ്പെട്ടെന്ന് പറയാൻ യാതൊരു ശാസ്ത്രീയമായ ഒരു തെളിവും കിട്ടിയിട്ടില്ല. സാഹചര്യ തെളിവുമില്ല. അതില്ലാതെ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചത് അബദ്ധമായി പോയെന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതോടെ ഊമക്കത്ത് വെറുതെയായി. കത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോൾ എന്തെങ്കിലും തെളിവ് കിട്ടണമായിരുന്നു. മൃതദേഹത്തിന്റെ ഒരു അവശിഷ്ടവും കിട്ടിയില്ല. കിട്ടിയത് ഒരു ലോക്കറ്റ്, മുടിയിലിടുന്ന പിൻ, അടിവസ്ത്രത്തിൻ്റെതെന്ന് സംശയിക്കാവുന്ന ലാസ്റ്റിക്കിന്റെ ഒരു ഭാഗം. ഇതൊന്നും തെളിവാകില്ല. സ്ത്രീകളടക്കം താമസിക്കുന്ന വീടായതിനാൽ കണ്ടെത്തിയ സാധനങ്ങൾ അസ്വാഭാവികമായി കാണാൻ കഴിയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കിട്ടിയിരുന്നെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്താമായിരുന്നു. നഖമോ പല്ലോ അസ്ഥികളുടെ കഷ്ണമോ ആയിരുന്നെങ്കിൽ DNA പരിശോധനയ്ക്ക് സാധ്യതയുണ്ടാകുമായിരുന്നു. ഊമക്കത്തെഴുതിയ വ്യക്തിക്ക് സംഭവത്തെക്കുറിച്ച് നേരിട്ട് അറിയില്ല. മദ്യപാനത്തിനിടെ ആരോ പറഞ്ഞത് കേട്ടാണ് കത്തെഴുതിയത്. കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതുപോലെ തീർത്ത് കളയുമെന്ന് പിടിയിലായവരിൽ ഒരാൾ ഭാര്യയെ ഭീഷണിപ്പെടുത്തി. അതായിരുന്നു കത്തിലെ ഉള്ളടക്കം. അങ്ങനെയാണ് പോലീസ് സെപ്റ്റിക് ടാങ്കിലേക്ക് ഉളിയിട്ടത്. കസ്റ്റഡിയിലായവർ അപ്പോഴും കൃത്യമായ വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല. കല കൊല്ലപ്പെട്ടെങ്കിൽ ഇക്കാര്യം ഭർത്താവിന് അറിവുണ്ടാകും. കാരണം കാണാതായ ശേഷം അനിൽ ഒരു പരാതി പോലും നൽകിയിട്ടില്ല. നൽകിയാൽ താൻ കുടുങ്ങുമെന്ന് കരുതിയിട്ടായിരിക്കണം അങ്ങനെ ചെയ്യാതിരുന്നത് എന്നാണ് നിഗമനം. ഒരു പക്ഷേ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്യാൻ സഹകരിച്ചവർ അറിയാതെ അനിൽ അത് മറ്റെവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടാകാം. പ്രതികളിൽ ആരെങ്കിലും കുറ്റം സംബന്ധിച്ചാലും മൃതദേഹം കണ്ടെത്താതെ കേസ് കോടതിയിൽ തെളിയിക്കാനാകില്ല. അതുകൊണ്ട് അനിലാണിത് ചെയ്തതെങ്കിൽ അയാളുടെ ബുദ്ധി സമ്മതിക്കണം. രാസവസ്തുക്കൾ സെപ്റ്റിക് ടാങ്കിൽ ഒഴിച്ചിട്ടുള്ളതായി ഫോറൻസിക് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 15 വർഷത്തിനിടെ 2 തവണയെങ്കിലും സെപ്റ്റിക് ടാങ്ക് കോരി വൃത്തിയാക്കിച്ചിട്ടുണ്ടെന്ന് പോലീസിന്റെ മൊഴി കിട്ടിയിട്ടുണ്ട്. ടാങ്കറിൽ മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോയി കായലിലോ തോട്ടിലോ കടലിലോ ഒഴുക്കി കളയുന്ന ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അവശിഷ്ടങ്ങളൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പുതിയ വീട് പണിതിട്ടും അനിൽ പഴയ ബാത്റൂം അതുപോലെ നിലനിർത്തിയത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. അന്വേഷണം തുടങ്ങിയതേയുള്ളൂ. അനിലിനെ സംശയിക്കുന്നെന്ന് മാത്രമേ നിലവിൽ പറയാനാകൂ. കലയുടെ മൃതദേഹം അനിലിന്റെ കാറിൽ കണ്ടതായി ഏതാനും മൊഴികൾ ഉണ്ടെങ്കിലും അത് ശരിവയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല. അതിനാൽ അനിലിനെ പ്രതി ചേർക്കാനാകില്ല. കല കൊല്ലപ്പെട്ടുവെന്ന് പോലും തെളിയിക്കാൻ കഴിയുന്ന തെളിവുകളും പോലീസിന്റെ പക്കലില്ല. അനിലിനെ ചോദ്യം ചെയ്യാനായാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പോലീസ് അറിയിച്ചത്. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഗുരുതരമായ കുറ്റകൃത്യത്തിൽ തെളിവുകൾ വ്യക്തമായി ശേഖരിക്കണം. പ്രതികളെ കണ്ടെത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണം. അതിനുശേഷം മാത്രമേ റെഡ് കോർണർ നോട്ടീസിന് അപേക്ഷിക്കാനാകൂ. എല്ലാ സംസ്ഥാനത്തും പോലീസിന്റെ ഓരോ ഏജൻസികളാണ് ഇത് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യം ക്രൈംബ്രാഞ്ചിന് അപേക്ഷ കൊടുക്കും. അവർ CBI വഴി ഇന്റർപോളിനെ സമീപിക്കും. എന്നാൽ ഈ കേസിൽ എങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാനാകും? അനിലിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്ത് തെളിവുകൾ കണ്ടെത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിനായി എത്ര അപേക്ഷ അയച്ചാലും കർശനമായി പരിശോധനയ്ക്ക് ശേഷമേ കേന്ദ്ര സർക്കാർ അനുവദിക്കൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അല്ലാതെ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിലും സാഹചര്യം മാറി. മൃതദേഹാവശിഷ്ടം കണ്ടെത്താനാകാതെ എങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാൻ നോക്കും? കുറ്റപത്രത്തിൽ പ്രതിയാകാത്തയാളെ കേട്ടുകേൾവിയുടെ പേരിൽ എങ്ങനെ ഒരു വിദേശ രാജ്യത്ത് നിന്ന് നാട് കടത്തി ഇവിടെ എത്തിക്കും? യാതൊരു തെളിവുകളില്ലാതെ ഒരാളുടെ ജോലിയും അന്തസ്സും അഭിമാനവും ഇല്ലാതാക്കി അങ്ങനെ പുറത്താക്കാൻ പല വിദേശ രാജ്യങ്ങളും തയ്യാറാകില്ല. എന്നാൽ ദേശീയ സുരക്ഷ സംബന്ധിച്ച കേസാണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക മാത്രമാണ് ഈ കേസിൽ പോലീസ് ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ ഏതെങ്കിലും വിമാനത്താവളം വഴി എത്തിയാൽ ഇമിഗ്രേഷനിൽ തടഞ്ഞു വയ്ക്കാം എന്നതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ഇസ്രായേലിലെ വിലാസവും ജോലി ചെയ്യുന്ന കമ്പനിയുടെ വിവരങ്ങളും സഹിതം അപേക്ഷിച്ചാൽ ഇന്റർപോൾ പരിശോധിച്ച് വിവരം നൽകുന്ന ബ്ലൂ കോർണർ നോട്ടീസിന് അപേക്ഷിക്കാം. അല്ലാതൊന്നും ചെയ്യാൻ ഇന്റർപോൾ തയ്യാറാകില്ല. ബ്ലൂ കോർണർ നോട്ടീസിന്റെ കോപ്പി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് മറ്റും അയച്ച് അവരെ സമ്മർദ്ദത്തിലാക്കി പ്രതിയെ തിരിച്ചയക്കാൻ പ്രേരിപ്പിക്കുകയാണ് പോലീസ് സാധാരണ ചെയ്യാറുള്ളത്. ഇസ്രായേൽ പോലൊരു രാജ്യത്ത്, അതും നിലവിൽ യുദ്ധം നടക്കുമ്പോൾ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. കേരളത്തിൽ നിന്ന് ബ്ലൂ കോർണർ നോട്ടീസിനായി ധാരാളം അപേക്ഷകൾ ഇപ്പോൾ ഇന്റർപോളിന് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ മാനങ്ങളുള്ള ചില കേസുകൾ ഉൾപ്പെടെ ഒട്ടേറെ അനാവശ്യ അപേക്ഷകൾ ഇക്കൂട്ടത്തിലുണ്ട്. അതിനാൽ കുറ്റപത്രം സമർപ്പിക്കാത്ത ദുർബലമായ ഈ കേസിന്റെ കാര്യം എന്താകുമെന്ന് പറയേണ്ടതില്ലല്ലോ. അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതിനാൽ നോട്ടീസ് കിട്ടാൻ എളുപ്പമല്ല. കൂടുതൽ ശക്തവും ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതുണ്ടാകൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.